പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളുടെ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് എനിക്ക് ഓഫാണ്, ഇതാ ചേച്ചിന്ന് ഓഫാണ്. അപ്പൊ എല്ലാവരും തച്ചയോട് ചിക്കൻ റെഡിയാക്കുന്ന തിരക്കിലാണ്. ചിക്കൻ മട്ടാണിയോ എന്തൊക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഇവിടെ ഷെഫ്. ഇതാ കുഞ്ഞായിതാ ഇവിടെ മസാലകളെല്ലാം റെഡിയാക്കുന്നു. നമ്മുടെ ബർത്ത്ഡേ ബോയ് അപ്പുറമുണ്ട്. ഞാൻ ഇതാ ഇവിടെ ചിക്കനുള്ള മസാലകളൊക്കെ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, വലിയ ആഘോഷങ്ങളില്ല, ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ആയി ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് റെഡിയാക്കി. കേക്കൊക്കെ സെറ്റ് ആയി. ഇതിന് കറണ്ട് വന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ബോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ഇന്ന് ഒരിക്കലില്ലാത്ത അടുത്താണ് ഇന്ന് ആശാര്. ഇവിടെ ഒരാൾ കേട്ടോ ആകാശത്തിൽ കയറി മസാലകളും സാധനങ്ങളെല്ലാം തപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. വേഗുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമ്മള് കറി ആയില്ല കേട്ടോ. മസാലയിലേക്ക് നമ്മള് തക്കാളിയൊക്കെ അങ്ങ് ചേർത്ത്. ഷെഫ് മാറിയിരിക്കുന്നു. ഇന്ന് കുഞ്ഞായിയാണ് ഷെഫ്. കൈയൊന്നും പൊള്ളണ്ട കേട്ടോ. പ്ലക്കറൊന്നും വേണ്ട. പ്ലക്കറൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ശരിക്കും പറഞ്ഞാൽ രാത്രി മുതൽ നല്ല മഴയാണ്. ഇന്ന് രാവിലെ നമ്മളിതൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ നല്ല മഴയും കാറ്റായിരുന്നുണ്ട്, ഒന്നും സാധിക്കില്ല കേട്ടോ. അപ്പൊ എന്താ പറയുക, ഒരു 15 വർഷം മുമ്പ് ശരിക്കും ഇതേ ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, പെരും മഴയായിരുന്നു അന്ന്. ലേബർ റൂമിലൊക്കെ കിടക്കുമ്പോൾ ശരിക്കും തണുത്ത് വിറച്ച് ശ്വാസം മുട്ടി കേട്ടോ ഞാൻ കിടന്ന്. അത്രയ്ക്കും മഴയായിരുന്നു. ഇന്ന് അതേ ഒരു സെയിം കാലാവസ്ഥയും ക്ലൈമറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ ഒരുപാട് മെമ്മറീസ് ഓടി എത്തുന്ന ഒരു ദിവസം കൂടി ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്താ പറയാ, ഒരുപാട് വിഷമിച്ച് ഒരുപാട് വേദനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷമായിട്ട് അവൻ കടന്നു വന്നൊരു ദിവസമാണ്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് അല്ലേ ജയ്? 15 വർഷത്തിന് ശേഷം ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാം. സത്യസന്ധമായിട്ട് ഉത്തരം പറയാം. എന്റെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് അപ്പൂസിനെ കയ്യിലേക്ക് കിട്ടിയത് എന്തായാലും ചേടെ ഫീല് അല്ല, ചേടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തെ ഫീലാണ് ഞാൻ ചോദിച്ചത്. പറയൂ. എക്സ്പീരിയൻസ്. ഭയങ്കര സന്തോഷം. എന്നെ കണ്ടപ്പോഴും എന്നെ കാണാനേ തോന്നിയില്ല പറഞ്ഞു. പക്ഷെ എല്ലാരും പറഞ്ഞു കുറേ നേരം നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്ത ശേഷം ആവാതെ ശ്വാസം മുട്ടൊക്കെ കൂടി സിസേറിയനായിട്ട് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരാളവിടെ സ്റ്റെപ്പ് ചെയ്യുന്ന ഭയങ്കര കരച്ചിലായിരുന്നു. അന്ന് എന്റെ കൂടെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനൊക്കെ അറിഞ്ഞു. അപ്പൊ എന്താ പറയാ, സന്തോഷമുള്ള ദിവസമായിരുന്നല്ലേ നമുക്ക്. അടിപൊളി മഴയായിരുന്നിട്ട് തെങ്ങ് കൊടിഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതൊക്കെ കാണിച്ചു കേട്ടോ. കൺമണി പൂവേ കണ്ണാടി പൂവേ ഉണ്ടോ, ചെറിയൊരു ലക്കിനുണ്ടോ വണ്ടിയുടെ വണ്ടിക്കൊന്ന് വീഴാണ്ടിരുന്നത്. ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയതാതെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്കാണ് എറിയത്. അപ്പോൾ ഇതങ്ങനെ കറണ്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വേഗം കേക്കിൻ്റെ പരിപാടി സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. കേക്കിന് ക്രീമൊക്കെ ആദ്യമേ നമ്മളിവിടെ അടിച്ച് റെഡിയാക്കി വെച്ച് അവിടെ ഒരാൾ നച്ച് തീറ്റയുണ്ട് കൂടത്തിൽ. പിന്നെ ഇതാ ചെയ്യാണ് കേക്കിൻ്റെ ഡെക്കറേഷനും പരിപാടികളും എല്ലാം. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു പൈനാപ്പിൾ കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പൊക്കെ വാരി വിത്തറുന്നുണ്ട് അതിലേക്ക്. നമ്മുടെ പൈനാപ്പിൾ പഴപ്പൊടി ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ക്രീം ഇടാൻ പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലെയർ ക്രീം തേച്ച് കഴിഞ്ഞ് ഇനി നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് അതിലേക്ക് ഒഴിക്കാനുണ്ട്. ഇതാ നമ്മള് ടോപ്പ് ലെയർ അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സെറ്റിങ്സിന്റെ ടോപ്പ് ലെയർ. ഇതിപ്പോ നമ്മള് 3 ലെയറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ലെയർ, സെക്കൻഡ് ലെയർ, ഇത് 3rd ലെയർ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ കേക്ക്. ഇനി കുറച്ച് സെറ്റിങ്സ് കൂടി ഉണ്ട്. അത് നമ്മൾ കേക്ക് മുറിക്കുന്ന നേരം അത് സർപ്രൈസ് ആയിട്ട് കാണാം കേട്ടോ. ഫൈനലി ഇതാണ് നമ്മുടെ
ഫൈനലി ഇതായിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക്. കേക്ക് ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് പറയണ്ട കേക്ക് ഇഷ്ടമായില്ല എന്നുള്ളത്. സൂപ്പർ. കത്തിക്കട തിരി കത്തിക്ക. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാ ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റെഡി ആയി നിൽക്കുന്നു കേട്ടോ. അപ്പം കേക്ക് മുറിക്കാൻ പോകട്ടോ നമ്മള്. കുഞ്ഞാടെ പോലെ ചേട്ടായിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കടാ കുഞ്ഞാടെ ഗിഫ്റ്റിൽ എന്താന്ന് നോക്കാം. ചില എന്താണ് പേന മുട്ടായി. നോക്കടാ മിഠായി, പേന, കാർഡ്. ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പു ചേട്ടായി. പോരാ, നിനക്ക് ഇഷ്ടപ്പെടില്ലേ? എന്താ ഇനി അവിടെ? പിന്നത്തെ സ്പെഷ്യൽ ഇതായതായിരുന്നുണ്ട് ഞങ്ങൾ ബിരിയാണി. എങ്ങനെയാണ് കുഞ്ഞാ ബിരിയാണി? ഇതിനെയാണ് ഞങ്ങൾ ബിരിയാണി എന്ന് പറയുന്നത്. ബർണാൾ പോയി എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഘോഷം. ഞങ്ങൾ മാത്രമുള്ള ഞങ്ങളുടെ ചെറിയ ആഘോഷം. എന്നെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിയിരിക്കട്ടെ കണ്ടോ? അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, അപ്പൊ ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനും നിങ്ങളിലേക്ക് അത് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വൺസ് അഗെയിൻ ബൈ ബൈ, സീ യു സൂൺ.